ഇപ്പോഴാ കൈ കിട്ടിയത്. ഇതിനകത്തു നിന്ന് അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. അവരിലൊരാൾ പറഞ്ഞു, ഇവൻ തന്നെയാണോ? ഉറപ്പല്ലേ? ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. അകത്തുള്ളത് മറ്റാരെങ്കിലും ആണെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ആവും. മറ്റൊരാൾ പറഞ്ഞു, ഉറപ്പാണ്, ആളിവൻ തന്നെയാ. ദേവൻ സാർ ഇവന്റെ ഫോട്ടോ അയച്ചിരുന്നു, അതുകൊണ്ട് ആ പേടി വേണ്ട. മൂന്നാമൻ പറഞ്ഞു, വൈഷ്ണവിയുടെ കാമുകൻ ദേവൻ അയച്ചതായിരുന്നു ഈ 3 പേരെയും. അഭിനവനെ ആക്രമിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ലോകേഷിന്റെ സിനിമാ ഹാളിൽ വെച്ച് ദേവൻ അനുഭവിച്ച അപമാനത്തിന് അഭിനവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ആ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് 3 ഗുണ്ടകളും അഭിനവനെ പിന്തുടർന്ന് അവന്റെ പഴയ വീടിനടുത്തെത്തിയത്. അഭിനവന്റെ ആ പഴയ കാറിന് ചുറ്റും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കാറ് ലോക്ക് ചെയ്താലും കാറിനടുത്ത് എന്തെങ്കിലും ചലിക്കുന്നത് കണ്ടെത്തിയാൽ സെൻസർ ഉപയോഗിച്ച് അത് റെക്കോർഡ് ചെയ്യുമെന്നും അവർക്കറിയില്ലായിരുന്നു. അഭിനവ് വീടിന്റെ വാതിൽ തുറന്ന ഉടനെ സൂട്ട് കേസ് ഭദ്രമായി ഒരു വശത്ത് വെച്ചു. അപ്പോഴാണ് ആ 3 പേരും അവന്റെ മുറിയിലേക്ക് പ്രവേശിച്ചത്. അതിലൊരാൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ശക്തമായി അവന്റെ തലയിലടിച്ചു. പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ അഭിനവനൊന്നും ചെയ്യാനായില്ല. അടികൊണ്ട ഉടനെ അവൻ ബോധരഹിതനായി നിലത്ത് വീണു. 3 ഗുണ്ടകളും ഉടനെ തന്നെ അഭിനവനെ എടുത്ത് അവരുടെ കാറിന്റെ ഡിക്കിയിലിട്ടു. അഭിനവന്റെ കാറിലെ ക്യാമറ കണ്ണുകൾ ഈ കാഴ്ചകളെല്ലാം വളരെ വ്യക്തതയോടെ ഒപ്പിയെടുത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അബിക്ക് ബോധം വന്നത്. തല വെട്ടിപ്പൊളിയുന്നതുപോലെ അവന് തോന്നി. അവൻ തലയിൽ കൈവച്ചുകൊണ്ട് മെല്ലെ ഞെരുങ്ങി. തലയിൽ നിന്ന് രക്തം ഒഴുകുന്നതായും അവിടം എല്ലാം വേദനിക്കുന്നതായും അവൻ മനസ്സിലാക്കി. അവന്റെ ശരീരം മുഴുവൻ വിയർപ്പിൽ കുതിർന്നിരുന്നു. കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷീണം കൊണ്ട് കണ്ണുകൾ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഏറെ നേരം കഷ്ടപ്പെട്ട് കണ്ണുകൾ പൂർണ്ണമായും തുറന്നപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ഒരിടത്താണ് താനെന്ന് അവന് മനസ്സിലായി. വൃത്തിഹീനമായ ഏതോ ബേസ്മെന്റിലാണ് താനിപ്പോൾ കിടക്കുന്നതെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി. അവൻ ചുറ്റിനും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കറുത്ത ടീഷർട്ടും നീല ജീൻസും ധരിച്ച ഒരു തടിച്ച മനുഷ്യൻ അഭിനവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആരാ? എന്താ വേണ്ടത്? ആ മനുഷ്യനെ കണ്ട ഉടനെ അഭിനവ് അവനോട് ആക്രോശിച്ചു. അയ്യോ, അടിയങ്ങൾ കുറച്ച് പാവം ഗുണ്ടകളാണേ. ഗുണ്ടകളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇതുപോലെ ആരാണ് എന്താണ് എന്നൊന്നും ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല. മിണ്ടാതെ ഇവിടെ കിടന്നോണം. തല്ലി തല പൊളിച്ചിട്ടാ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ഒന്നും എടുത്തിട്ടില്ല. തല അനക്കി ബ്ലഡ് കുറെ പോയാൽ ഞങ്ങളുടെ പണി എളുപ്പമാവും. അത്രേ ഉള്ളൂ. അഭിനവന്റെ കണ്ണുകൾ അപ്പോൾ പൂർണ്ണമായും തുറന്നിരുന്നു. ആ സ്ഥലത്ത് അവനെ കൂടാതെ 3 പേര് കൂടി ഉണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. തന്നെ ഇവർ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണെന്ന് അബിക്ക് മനസ്സിലായി. പക്ഷെ എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? അവൻ ചിന്തിച്ചു. എത്ര പണം വേണം നിനക്ക്? പറ, ഞാൻ തരാം. പകരം എന്നെ വെറുതെ വിട്ടേക്ക്, അബി പറഞ്ഞു. ഇത് കേട്ട ആ ഗുണ്ട ഉറക്കെ ചിരിച്ചു. ഹ, പണത്തിനു വേണ്ടി മാത്രമല്ല കഷ്ടപ്പെട്ട് നിന്നിവിടെ കെട്ടിയെടുത്തോണ്ട് വന്നത്. ഒരു കമ്മിറ്റ്മെന്റ് കൂടെയാണിത്. ദേവൻ സാർ തന്ന കൊട്ടേഷനാണ് മോനെ ഇത്. സാറിന്റെ സ്ഥിരം വർക്കുകളിൽ ഒന്നായത്. ഞങ്ങളെ തന്നെയാ സാർ എല്ലാം ഏൽപ്പിക്കാറുള്ളത്. അനാവശ്യമായി ദേവൻ സാറിനോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, അയാൾ പറഞ്ഞു. ഓ, അപ്പോ നീ ദേവന്റെ നായാണല്ലേ? അഭിനവ് പിറുപിറുത്തു. അവൻ പറഞ്ഞത് കേട്ട് ഗുണ്ടയ്ക്ക് ദേഷ്യം വന്നു. അവൻ അഭിനവനെ കഴുത്തിൽ പിടിച്ചു. എന്താടാ പറഞ്ഞത്? വെറുതെ വായിൽ വരുന്നത് വിളിച്ചു പറയണ്ട. പിന്നെ നീ ജീവനോടെ ഇവിടുന്ന് പോകില്ല. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഞാൻ ആരാണെന്നറിയോ? എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും എൻ്റെ ആളുകൾ ഇവിടെ രക്തപ്പുഴ ഒഴുക്കും. അഭിനവന്റെ ഭീഷണി കേട്ട് ആ ഗുണ്ട അവന്റെ കഴുത്ത് വിട്ട് ഉറക്കെ ചിരിച്ചു. ബെസ്റ്റ്. ആൾക്കാർ വിളിച്ചു പറയുന്നതനുസരിച്ച് ഓർഡർ കൊണ്ടുവന്ന് കൊടുക്കുന്ന വെറും ഒരു ഡെലിവറി ബോയ് വിചാരിച്ചാൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. ബില്ല, നീ പോയി ആ ടൂൾ എടുത്തിട്ട് വാ. നമുക്കിവനെ ഇവിടെ വെച്ച് അടിച്ച് പൾപ്പാക്കി മുംബൈയിലേക്ക് പാഴ്സൽ ചെയ്യാം. അവിടുത്തെ റഫീഖ് ബായ് ജ്യൂസിന്റെ കൂടെ ചേർത്ത് വിറ്റോളും. അത് കേട്ട് എല്ലാ ഗുണ്ടകളും ചിരിക്കാൻ തുടങ്ങി. ബില്ല എന്നയാൾ 5-6 കട്ടിയുള്ള കമ്പികളുമായി വന്നു. അഭിനവന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൻ ആ ഗുണ്ടകളെ ചെറുത്ത് നിൽക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് ഇളകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇവന്മാരെ ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലായി. ഗുണ്ടകൾ അടിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവരുമായി സമാധാനപരമായി സംസാരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അബി ഓർത്തു. നിർത്ത്, ഞാനൊരു ഡീല് പറയാം. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പണം തരാം. പകരം എന്നെ ഒന്നും ചെയ്യാതെ നിങ്ങളെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ച ദേവനെ പോയി അടിക്കണം. അബി അവരോട് ആവശ്യപ്പെട്ടു. ചിലക്കാതെ മിണ്ടാതിരിക്കടാ ചെള്ളി ചെക്ക. നിന്റെ അടവൊക്കെ കൈയിരിക്കട്ടെ.
ഞങ്ങളെ ജോലി ഏൽപ്പിച്ച ആള് പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കൂ. നീ മുട്ടിലിടണമെന്നാണ് സാറ് ഞങ്ങളോട് പറഞ്ഞത്. നിന്നെ അങ്ങനെ ആക്കിയിട്ട് സാറിന് മുന്നിൽ കൊണ്ടുപോയി ഇട്ടുകൊടുക്കും ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇനി എന്തുള്ളൂ. കറുത്ത ടീഷർട്ട് ധരിച്ച തടിച്ച ഗുണ്ട ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതോടെ അവിടെ കൂടി നിന്നിരുന്ന ഗുണ്ടകളെല്ലാം ബില്ലിയുടെ കയ്യിൽ നിന്ന് ടൂൾസ് വാങ്ങി അബിയെ അടിക്കാനായി തയ്യാറായി. അബി തന്റെ കൈ പതിയെ ഇളക്കി നോക്കി. നന്നായി മുറുക്കി കെട്ടിയിരിക്കുന്നതിനാൽ അവൻ അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. അവരുടെ അടിയിൽ നിന്ന് രക്ഷ നേടാനായി അബിക്ക് ചെയറുമായി പിന്നിലേക്ക് വീഴുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. കാല് നിലത്ത് കുത്തി പുറകിലേക്ക് ബലം കൊടുത്ത് അവൻ ചെയറുമായി പിന്നിലേക്ക് വീണു. ആദ്യത്തെ ഗുണ്ട വടി വീശുന്നതിന് തൊട്ടു മുൻപാണ് അബി അങ്ങനെ ചെയ്തത്. അയാൾ വീശിയ വടിയുടെ ഒരു തുമ്പ് പോലും അബിയുടെ ദേഹത്ത് തട്ടിയില്ല. രണ്ടാമത്തെ ഗുണ്ടയുടെ വടി അവൻ അല്പം താഴെയായിട്ടാണ് വീശിയത്. അത് ചെയറിൽ തട്ടി അഭിനവന്റെ കാലിൽ കെട്ടിയിരുന്ന കയറിൽ കുടുങ്ങി. അയാൾ വടി പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ അഭിനവന്റെ കാലിലെ കെട്ടഴിഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും വൈകിയില്ല. അബിയുടെ ശക്തമായ ചവിട്ടിൽ അയാൾ പുറകിലേക്ക് തെറിച്ചു വീണു. എടാ മണ്ട, നീ എന്തിനാ അവന്റെ കയറഴിച്ചത്? ഗുണ്ടകളുടെ നേതാവ് അടികൊണ്ടവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അലറി. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അയാൾ പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മൂന്നാമത്തെ ഗുണ്ടയും വടിയുമായി അബിയെ അടിക്കാൻ വന്നു. ഇതിനിടയിൽ അബി എഴുന്നേറ്റ് നിന്നു. ചെയർ ഇപ്പോഴും അവന്റെ കൈകളുമായി കെട്ടിയിരുന്നു. അതിനാൽ ഗുണ്ടകളെ അതുകൊണ്ട് തന്നെ നേരിടാമെന്ന് അവൻ തീരുമാനിച്ചു. അടുത്തു വരുന്ന ഗുണ്ടയെ അബി തിരിഞ്ഞു നിന്ന് ചെയർ കൊണ്ട് അടിച്ചു വീഴ്ത്തി. അയാൾ ദൂരത്തേക്ക് തെറിച്ചു വീണു. ബായ്, അവൻ നിസ്സാരക്കാരനാണെന്ന് തോന്നില്ല. കണ്ടില്ലേ, കൈ കെട്ടിവെച്ചിട്ടും ഒരൊറ്റ അടി പോലും കൊള്ളാതെ അവൻ എതിർത്ത് നിൽക്കുന്നത്, ഗുണ്ടകളിൽ ഒരാൾ പറഞ്ഞു. അവരുടെ എല്ലാം മുഖത്തേക്ക് നോക്കിയപ്പോൾ 3 പേരും നന്നായി ഭയന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചെയറും കൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു. അവനെ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ 4 പാടും ചിതറിയോടി. അഭിനവ് അവർ ഓടിപ്പോകുന്നത് കണ്ട് ഉറക്കെ ചിരിച്ചു. അപ്പോഴാണ് തന്റെ തല വല്ലാതെ വേദനിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അവന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരിക്കുന്നു. അതിന്റെ ഫലമായി അവന് തലകറക്കം അനുഭവപ്പെട്ടു. രക്തം ഒഴുകിയിറങ്ങി. അഭിനവിന്റെ മുഖം മുഴുവൻ രക്തം കൊണ്ട് മൂടി. പൂർണ്ണമായും ബോധരഹിതനാകുന്നതിന് മുൻപ് അവൻ എങ്ങനെയോ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി. അപ്പോഴാണ് അവന് തന്റെ പോക്കറ്റിൽ ഫോൺ ഉണ്ടായിരുന്ന കാര്യം ഓർമ്മ വന്നത്. തപ്പി നോക്കുമ്പോൾ അതവിടെ തന്നെ ഉണ്ട് എന്നവന് മനസ്സിലായി. ഈ സമയത്ത് വിക്രമനെ വിളിക്കാനായിരുന്നു അവന്റെ മനസ്സ് പറഞ്ഞത്. വിറയ്ക്കുന്ന കൈകളുമായി അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വിക്രമിന്റെ നമ്പർ ഡയൽ ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ തന്നെ വിക്രം അഭിനവന്റെ അടുത്തെത്തി. ബേസ്മെന്റിൽ നിന്ന് എങ്ങനെയൊക്കെയോ അഭി പുറത്തേക്ക് നടന്നു. ദേഹം ഇളകിയത് കാരണം ബ്ലീഡിങ്ങിന്റെ അളവ് വർദ്ധിച്ചു. അതോടെ അർദ്ധബോധാവസ്ഥയിലായ അവൻ വഴിയിൽ വീണു. അവന്റെ അവസ്ഥ കൂടുതൽ വഷളായിരുന്നു.